എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും കേസ് മെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവലിൽ ചോദിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിവരാവകാശം. 10th ലെവലിലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിയമത്തിലൊന്നാണ് വിവരാവകാശം എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള എക്സാമിനേഷൻ എഴുതിയാലും നിങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ അഥവാ വിവരാവകാശം എന്ന് പറയുന്ന ഈ നിയമത്തിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിരിക്കും. ഒരു ചോദ്യം എന്ന് പറയുന്നത് മിനിമമാണ്. ഒന്നിലധികമോ ചോദ്യങ്ങളോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് വിവരാവകാശം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ പോകാത്ത അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു നിയമമാണ് വിവരാവകാശം. സോ എല്ലാവർക്കും വിവരാവകാശത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിഖ്യാത ഫ്രഞ്ച് തത്വചിന്തകൻ മൈക്കിൾ ഫ്യൂക്കോ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അറിവിൽ നിന്നാണ് ശക്തി ഉരുത്തിരിഞ്ഞത്. അതിനാൽ അറിവിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ വിവരങ്ങൾ മനുഷ്യനെ ജ്ഞാനികളാക്കുന്നു. ആധുനിക ലോകത്തെ നേരിടാൻ അത് പര്യാപ്തമാണ്. അതിനാൽ തന്നെ ഗവൺമെന്റിനുള്ളിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പൗരന്മാരെ അറിയിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കുകളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഗവൺമെന്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. സർക്കാരിൻ്റെ അനുബന്ധ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾ അറിയണം. അങ്ങനെ ജനങ്ങളെ എംപവർ ചെയ്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് അധികാരങ്ങൾ കൊടുത്ത സർക്കാരിൻ്റെ പ്രവൃത്തിയെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തിയെ കാര്യക്ഷമമായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിയമമാണ് വിവരാവകാശം. അങ്ങനെയാണെങ്കിൽ ഈ വിവരാവകാശ നിയമത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എന്താണ് വിവരാവകാശം എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. പൊതു അധികാരികൾ അഥവാ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമവും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണത്തിനും അത് സംബന്ധിച്ച് യാദൃശികമായി ഉണ്ടാകാവുന്ന ഏത് കാര്യങ്ങൾക്കും വേണ്ടി അറിയുവാനുള്ള അവകാശത്തിന്റെ ക്രിയാത്മകമായിട്ടുള്ള ഭരണവ്യവസ്ഥ ക്രമപ്പെടുത്തുന്ന നിയമമാണ് വിവരാവകാശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിയമമായിട്ട് മാറുകയും ചെയ്യുന്നത്. നമുക്ക് ഈ നിയമത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ നിയമത്തിന്റെ ചരിത്ര പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണം. ലോകത്തിൽ തന്നെ ആദ്യമായി വിവരാവകാശ നിയമ സംബന്ധമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കുന്നത് സ്വീഡനാണ് 766. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു നിയമമാണ്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 766 ആണ് ഈ ഒരു കാര്യം പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഈ ഒരു വിവരാവകാശ നിയമത്തിന് സംബന്ധമായിട്ടുള്ള ഒരു ആശയം രൂപീകരണം ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് 1990-ലാണ്. അത് VP സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ആ ഒരു ആശയം കൊണ്ടുവന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു VP സിംഗ്. ഇതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ നിയമം വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു നാൾ വഴികൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. 1975 സുപ്രീം കോടതി അവകാശപ്പെടുന്നു, വിവരാവകാശം അല്ലെങ്കിൽ അറിയുവാനുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടെന്ന് 1975 സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നു. അതിനുശേഷം 1982 തന്നെ സുപ്രീം കോടതി എന്ന് പറയുന്നു, മൗലിക അവകാശമാണ് അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നു. മൗലിക അവകാശമാണ് അറിയുവാനുള്ള അവകാശമെന്ന്. നമുക്കറിയാം, ഇന്ത്യയിൽ 6 അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു അവകാശം തന്നെയാണ് അറിയുവാനുള്ള അവകാശം എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഏത് ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് അറിയുവാനുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ എന്ന് പറയുന്ന ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിൽ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിളിലാണ് അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണെന്ന് പറയുന്ന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് പരോക്ഷമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമവുമായിട്ട് സംബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംഘടനാപരമായിട്ട് പ്രവർത്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഏത് സംഘടനയാണ് ചോദ്യം വന്നേക്കാം. അതിന് ഉത്തരം എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന സംഘടനയാണ്.
രാജസ്ഥാൻ അടിസ്ഥാനമായിട്ട് രൂപം കൊണ്ടൊരു സംഘടനയാണ്. അതിന്റെ സ്ഥാപക നേതാവ് ആര് എന്ന ചോദ്യം വന്നേക്കാം. അതിന്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത് അരുണ റോയ് ആണ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലുടനീളം വിവരാവകാശ നിയമം നടപ്പിലാക്കണമെന്ന് പറയുന്ന ആവശ്യം ഉൾക്കൊള്ളുന്നതും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്നതും. അടുത്തതായി നമുക്കറിയേണ്ടത് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണ് ഒരു കരട് രൂപം ആരാണ് ആദ്യം രൂപീകരിച്ചത് എന്നുള്ളതാണ്. കരട് രൂപം രൂപീകരിക്കുന്നത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RT എന്ന് പറയുന്ന ഈ ഒരു സംഘടനയാണ് വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഈ കരട് രൂപം രൂപീകരിക്കപ്പെടുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ വിവരാവകാശം എന്ന് പറയുന്ന ഈ ഒരു നിയമം 2005 നിലവിൽ വന്നത്. ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം വിവരാവകാശ നിയമം പാസാക്കിയിരുന്നു. ഏതാണ് സംസ്ഥാനത്തിന്റെ പേര്? തമിഴ്നാടാണ്, 997. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ആരാണെന്ന് ചോദ്യം വരാം. അതിന് ഉത്തരം രാജസ്ഥാനാണ്. അപ്പോൾ എന്തുകൊണ്ട് രാജസ്ഥാൻ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? വിവരാവകാശ നിയമം 2015 പാർലമെന്റ് പാസ്സാക്കിയതിന് ശേഷമാണ് രാജസ്ഥാൻ എന്ത് ചെയ്യുന്നത്? അത് അവരുടെ സംസ്ഥാനത്ത് നിലവിൽ വരുന്നത്. സോ അതിന്റെ ഉത്തരമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇൻ ദി ഇയർ ഓഫ് 2005. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതെന്ന് നമ്മൾ ചോദ്യം പറഞ്ഞിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ട മൗലിക അവകാശം എന്ന് പറയുന്നത്. ഇനി 2005 ഈ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അടൽ ബിഹാരി വാജ്പേയിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. സോ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരമാണ് വിവര സ്വാതന്ത്ര്യ നിയമം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമാണ് 2002 പാസ്സാക്കിയത്. പക്ഷെ ആ നിയമത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിവരാവകാശം എന്ന് പറയുന്ന അവകാശങ്ങൾ വലിയ പൂർണ്ണതയിലൂടെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ നിയമത്തിനെ റദ്ദാക്കിക്കൊണ്ടാണ് 2005 UPA 1 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം 2005 പാസ്സാക്കിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വിവരാവകാശ നിയമം 2005 മെയ് മാസമാണ് നമ്മൾ പാസ്സാക്കിയത്. പക്ഷെ അത് നിലവിൽ വന്ന ദിവസം വ്യത്യസ്തമാണ്. 2005 ഒക്ടോബർ 12 ഈ നിയമം പൂർണ്ണമായിട്ട് നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. ഓക്കെ, അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമത്തിന് ആരാണ് കൺസെന്റ് നൽകിയത്? നമുക്കറിയാം, പ്രസിഡന്റ് ആണ് കൺസെന്റ് നൽകുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? മറ്റാരുമല്ല, APJ അബ്ദുൽ കലാം ആണ് ആ ഒരു ടൈമിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു നിയമം പാസ്സാക്കിയതിന്റെ ഭാഗമായിട്ട്, നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഈ ഒരു നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദ്യം വരാം. 6 അധ്യായങ്ങളാണ് ഈ ഒരു നിയമത്തിലുള്ളത്. 6 അധ്യായങ്ങളിൽ എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകൾ. 31 വകുപ്പുകളുടെ പുറമേലേക്ക് 2 ഷെഡ്യൂളുകളും ഉൾപ്പെടുന്നു. എത്ര ഷെഡ്യൂളുകളാണ്? 2 ഷെഡ്യൂളുകൾ ഉൾപ്പെടുന്നു. 6 അധ്യായങ്ങളും 31 വകുപ്പുകളും അതോടൊപ്പം തന്നെ 2 ഷെഡ്യൂളുകൾ ഉൾപ്പെടുന്നതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് വിവരാവകാശം നമ്മൾ സമർപ്പിക്കേണ്ടതെന്നാണ്. വിവരാവകാശം നിങ്ങളെന്ന് പറയുന്ന ഒരു പൗരന്, നിങ്ങളെന്ന് പറയുന്ന ഒരു പൊതുജനത്തിന് ഒരു ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധമായിട്ടുള്ള വിവരമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങളത് ഒരു പ്രസ്തുത ഫോം ഒന്നുമില്ല, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറുകളിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ഭാഷ യൂസ് ചെയ്യണമെന്നുള്ള ചോദ്യം വന്നേക്കാം. ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക ഭാഷ. ഇപ്പം കേരളമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് അവിടെ മലയാളമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാഷകളിലാണ് നമ്മളത് തയ്യാറാക്കി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ രേഖാമൂലമോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടോ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം. അപ്പം എഴുതി തയ്യാറാക്കിയ രേഖാമൂലമുള്ള പേപ്പറുകളിൽ നിങ്ങൾക്ക് കൊടുക്കുകയോ അതോടൊപ്പം തന്നെ നിനക്ക് ഇലക്ട്രോണിക് ഫോമുകളിലുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിവരാവകാശം ആവശ്യപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു നിർദ്ദിഷ്ട ഫീസും നിങ്ങൾ അടയ്ക്കണം. എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപയാണ്. നിങ്ങൾ 10 രൂപ അടച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഈ 10 രൂപ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ല. ഇന്ത്യയിലെ BPL കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇന്ത്യയിലെ BPL കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്നറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മാതൃഭാഷയിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാൻ പറ്റാത്ത വ്യക്തികളുണ്ട് ഇന്ത്യയിൽ ഒരുപാട് പേര്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ കടമയാണെന്ന് ചോദ്യം വന്നേക്കാം. അത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ കടമയാണ്. ഓക്കെ, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന്റെ കടമയാണ് അത് തർജ്ജമ ചെയ്യാനോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കാനോ അദ്ദേഹത്തിനെ സഹായിക്കേണ്ടതോ ആയിട്ടുള്ള കടമ എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് ഈ ഒരു നിയമപ്രകാരം കൊടുത്തിരിക്കുന്നത്.
നിങ്ങൾ ഈ നിയമം ഒരു സർക്കാർ ഓഫീസിൽ കൊടുത്തു, പക്ഷേ കൊടുത്ത സർക്കാർ ഓഫീസ് മാറിപ്പോയി എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ സർക്കാർ ഓഫീസ് ഏത് ഓഫീസിലേക്കാണോ ഇത് അയക്കേണ്ടത് അത് 5 ദിവസത്തിനുള്ളിൽ അയച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു വാട്ടർ അതോറിറ്റിയിലാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, 5 ദിവസത്തിനുള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റൊരു സർക്കാർ ഓഫീസിലേക്ക് കൊടുത്തിരിക്കണം എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപേക്ഷയിൽ മേലുള്ള തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് PIOയ്ക്കാണ്. PIO എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം? നോർമലി 30 ദിവസത്തിനുള്ളിലാണ് PIO ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. 30 ദിവസത്തിനുള്ളിൽ. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാം. അതോടൊപ്പം തന്നെ PIO എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ചോദിച്ച ഇൻഫോർമേഷൻ ഒരു വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപേക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ. കാരണം ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തെ സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്, തീർച്ചയായിട്ടും 48 മണിക്കൂറിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് അപേക്ഷ ഫീസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരം നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കാം. പക്ഷേ 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ നിരസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കൈമാറണം. എന്തൊക്കെ പറഞ്ഞുകൊണ്ട്? അപേക്ഷ നിരസിച്ച കാരണങ്ങളും അപ്പീൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലയളവും അതോടൊപ്പം തന്നെ അപ്പീൽ അധികാരിയുടെ വിവരങ്ങളും അടക്കമുള്ള ഒരു റെസിപ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് നൽകേണ്ടത്. അല്ലെങ്കിൽ റെസിപ്റ്റ് അല്ല, ഒരു മറുപടി ആയിരിക്കണം നിങ്ങൾക്ക് നൽകേണ്ടത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഇൻഫോർമേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ റിജക്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. അത് ഏതൊക്കെ കാരണങ്ങളാണെന്ന് പറയുന്നത് ഈ നിയമത്തിലെ 8ാമത്തെ വകുപ്പാണ്. 8ാമത്തെ വകുപ്പിൽ എന്ത് പറയും നമുക്ക് നോക്കാം. 8ാമത്തെ വകുപ്പിൽ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഇന്ത്യയുടെ അഖണ്ഡതയെയും അതോടൊപ്പം തന്നെ രാഷ്ട്ര സുരക്ഷയെയും ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാമ്പത്തിക താല്പര്യം എന്നിവയുമായിട്ടുള്ള അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ PIO എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നൽകേണ്ടതില്ല. അതാണ് സെക്ഷൻ 8ൽ പറയുന്നത്, വകുപ്പ് 8ൽ പറയുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് കോടതി ഉത്തരവുകളിലൂടെ പരസ്യപ്പെടുത്തരുത് എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ, കോടതി ഉത്തരവുകളിലൂടെ പരസ്യപ്പെടുത്തരുത് എന്ന് പറയുന്ന ഏതെങ്കിലും ഇൻഫോർമേഷൻ ആണ് ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ ചോദിക്കുകയെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഫോർമേഷൻ തരേണ്ടതില്ല. അത് PIO എന്ന് പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നിരസിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന കാര്യങ്ങൾ, പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് പാർലമെന്റിനോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനമായേക്കാവുന്ന ഇൻഫോർമേഷൻ ചോദിക്കാൻ സാധിക്കില്ല. പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്, പൊതുജന താല്പര്യം ആവശ്യപ്പെടുന്നില്ല എന്ന യുക്തി അധികാരിക്ക് തൃപ്തികരമായിട്ട് ബോധ്യപ്പെടുന്ന മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ പുറത്തുവിടണ്ട. മൂന്നാം കക്ഷിയുടെ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ അവരുടെ വ്യാപാര രഹസ്യങ്ങൾ അടക്കമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് പുറത്ത് നൽകേണ്ട എന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. അടുത്ത കാര്യം പറയുന്നത് പരസ്പര വിശ്വാസത്തിന് അധിഷ്ഠിതമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഇൻഫോർമേഷൻ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ വക്കീലും നിങ്ങളുമായിട്ട് ഉള്ള ബന്ധമെന്ന് പറയുന്നത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വക്കീലുമായിട്ട് രഹസ്യ സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തോടു കൂടി കൈമാറുന്നു. ആ ഇൻഫോർമേഷൻ ഒരു കാരണവശാലും ചോദിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം പറയുന്നൊരു കാര്യമാണ് പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ. ഒരു വിദേശ രാജ്യം ഇന്ത്യയുമായിട്ട് പരസ്പര വിശ്വാസത്തിൽ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ട വിവരങ്ങൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ RT നിയമപ്രകാരം തരാൻ സാധിക്കില്ല. പിന്നീട് പറയുന്നത് സുരക്ഷാ ഉദ്ദേശങ്ങൾക്ക് നിയമം നടപ്പിലാക്കുന്നതിനായി വിശ്വാസ്യതയിൽ കൈമാറ്റപ്പെട്ട വിവരങ്ങൾ. ഇപ്പോൾ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നമുക്ക് എടുക്കാം, CBIയോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ രഹസ്യ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വിവരം കൈമാറി. സ്വാഭാവികമായിട്ടും ആ വിവരം കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയുടെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുണ്ടോ? ഒരു കാരണവശാലും പാടില്ല. അതൊരിക്കലും കൊടുക്കാൻ പാടില്ലെന്നാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യമാണ് കുറ്റവാളികളുടെ വിചാരണയെയും അറസ്റ്റിനെയും അന്വേഷണ പ്രക്രിയയും ബാധിക്കുന്ന അല്ലെങ്കിൽ തടസ്സം വരുത്തുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻ PIO എന്ന് പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കേണ്ട ആവശ്യകതയില്ല. പിന്നീട് പറയുന്ന കാര്യങ്ങളാണ് മന്ത്രിസഭ രേഖകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ രേഖകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എടുക്കാൻ ആധാരമാക്കിയ വസ്തുതകളും കാരണങ്ങളും തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യാം, പരസ്യമാക്കാം. പക്ഷേ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറുകളിലോ അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്ന സമയങ്ങളിലുള്ള മന്ത്രിസഭാ രേഖകൾ കൊടുക്കേണ്ട, അത് വിവരാവകാശ നിയമത്തിന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യമാണ് വ്യക്തിപരമായുള്ള വിവരങ്ങൾ, ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റാരെങ്കിലും വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ സെക്ഷൻ 8 ഏതൊക്കെ കാര്യങ്ങൾ കൊടുക്കേണ്ട എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സെക്ഷൻ 9 പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പകർപ്പവകാശം അല്ലെങ്കിൽ പകർപ്പവകാശ ലംഘനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു വ്യക്തിയുടെ പകർപ്പവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഫോർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് വകുപ്പ് 9 പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ള മറ്റൊരു വകുപ്പാണ് വകുപ്പ് 11, മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. സപ്പോസ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് മറ്റൊരു വ്യക്തിയുടെ ഇൻഫോർമേഷനാണ് ചോദിക്കുന്നതെങ്കിൽ ആ വ്യക്തിയാണ് മൂന്നാം കക്ഷി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണോ വേണ്ടിയോ, എങ്ങനെ കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഒരു മൂന്നാം കക്ഷിയുടെ വിവരമാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഞാൻ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ ആവശ്യപ്പെട്ടു എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ മൂന്നാം കക്ഷിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? 5 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മൂന്നാം കക്ഷിക്ക് ആ ഇൻഫോർമേഷൻ കൊടുക്കുന്നതിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ തിരിച്ച് ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ഇൻഫോർമേഷൻ ഒന്നാം കക്ഷിയായിട്ടുള്ള എനിക്ക് നൽകുമെന്ന് ഈ ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷിയെ അറിയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ എനിക്ക് നൽകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ എനിക്ക് തരാവുന്നതുമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും എനിക്ക് തന്ന ആ ഒരു നടപടിക്കെതിരെ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള അധികാരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് മൂന്നാം കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. വകുപ്പ് 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം ഇത് നിലവിൽ വരാൻ കാരണമായത് വിവരാവകാശ നിയമമാണ്. അഴിമതി നിർമ്മാർജ്ജനം, പൊതുസ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ സുതാര്യത, വിശ്വസ്തത എന്നിവയാണ് ഇതിന്റെ മേജറായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളതാണ് ഇവരുടെ കാലാവധി. ആരൊക്കെയാണ് ഇതിന്റെ അംഗങ്ങളായിട്ടുള്ളത്? ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെയുള്ള മറ്റംഗങ്ങളുമാണ് ഇതിന്റെ അംഗങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്. ഇവരുടെ കാലാവധിയാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്ന് പറയുന്നത്. നേരത്തെ ഇത് 5 വർഷമായിരുന്നു, 3 വർഷമായിട്ട് ഇപ്പോൾ കുറച്ചിരിക്കുന്നതാണ്. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. രാജിക്കത്ത് അംഗങ്ങൾ നൽകേണ്ടതും പ്രസിഡന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ശുപാർശ കമ്മിറ്റിയുണ്ട്. ഈ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും ഒരു ശുപാർശ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ ശുപാർശ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? ഒന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ശുപാർശ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററിന് പുറമെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിയുമുണ്ട്. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശിക്കുന്ന പേരാണ് ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. കേരളത്തിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 2005 ഡിസംബർ 19 നിലവിൽ വന്ന അത് തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. ഇതിന്റെ ഭാഗമായിട്ട് അംഗങ്ങൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റംഗങ്ങളും വേണമെന്നാണ് പറയുന്നത്. ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? അതും ഗവർണർ തന്നെയാണ്. നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. ഈ പറയുന്ന മെമ്പേഴ്സ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. ഓക്കെ, ഇനി ഇവരെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി ഒരു ശുപാർശ കമ്മിറ്റിയുണ്ട്. ഈ ശുപാർശ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഒന്ന് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി. മറ്റൊന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മറ്റൊന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഈ പേരുകളാണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അപ്പീലുകളാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപ്പീലുകളെ സംബന്ധമായിട്ടുള്ള വകുപ്പ്
വകുപ്പ് 19 ആണ്. ഈ വകുപ്പിൽ പറയുന്ന പ്രകാരം 2 രീതിയിലുള്ള അപ്പീലുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് അപ്പീലും ഒന്ന് സെക്കൻഡ് അപ്പീലും. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണെന്ന അടിസ്ഥാനത്തിലോ നിങ്ങൾക്ക് നൽകിയ ഇൻഫോർമേഷൻ കറക്റ്റ് സമയത്തിനുള്ളിൽ നൽകിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പീലുമായിട്ട് പോകാം. ആരുടെ അടുത്താണ് ഫസ്റ്റ് അപ്പീലുമായിട്ട് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് ഇൻഫോർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്താണ് ആദ്യത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഓക്കെ, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന്റെ അടുത്താണ് നിങ്ങൾ ഫസ്റ്റ് അപ്പീലുമായിട്ട് പോകേണ്ടത്. എത്ര ദിവസത്തിനുള്ളിൽ പോകണം? 30 ദിവസത്തിനുള്ളിൽ പോകണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ദിവസം മുതലുള്ള അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ 30 ദിവസത്തിന് ശേഷവും വേണമെങ്കിൽ പോകാം. മതിയായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30 ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് അപേക്ഷയുമായിട്ട് അപ്പീലുകളുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകാൻ സാധിക്കും. ഒന്നാമത്തെ അപ്പീൽ അധികാരിയുടെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം അതിന് തീർപ്പ് കൽപ്പിക്കണം. ആ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ തീർപ്പ് കൽപ്പിക്കൽ നിങ്ങൾ സംതൃപ്തനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് രണ്ടാം അപ്പീൽ അധികാരി എടുത്ത് പോകാം. സോ രണ്ടാം അപ്പീൽ അധികാരി എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷനാണ്. ഓക്കെ, സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അടുത്താണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളുമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എങ്കിൽ നിങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെയാണ് സമീപിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെടണം. കമ്മീഷൻ ഇതിനുള്ള തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2 ലെവലിലുള്ള അപ്പീലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിവരാവകാശത്തിൻ്റെ ഭേദഗതി നിയമം. 2019 2005 ഈ നിയമത്തിന് ഭേദഗതി വരുത്തി. ആ ഭേദഗതി വരുത്തിയതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. 2019 ജൂലൈ 19 ഭേദഗതി വരുത്തുന്നത്. 2019 അത് ലോകസഭയിൽ അവതരിപ്പിക്കുന്നു. 2019 വിവരാവകാശ ഭേദഗതി ബിൽ ലോകസഭ പാസ്സാക്കുന്നത് ജൂലൈ 22. 2019 വിവരാവകാശ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25. അതോടൊപ്പം തന്നെ വിവരാവകാശ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2019 ഓഗസ്റ്റ് 1 ഈ ഭേദഗതി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാലാവധി കേന്ദ്രം നിശ്ചയിച്ചത് പ്രകാരം 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് ചുരുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും അതല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ അംഗങ്ങളുടെ ശമ്പളം തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാണ്? കേന്ദ്രത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ വന്ന കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫോർമേഷൻ കൂടി നമുക്ക് അറിയാനുണ്ട്. ഒന്ന്, ഈ വിവരാവകാശം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹാർഡ് കോപ്പികളിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ പേപ്പറിനും നിങ്ങൾ 3 രൂപ വരെ കൊടുക്കണം. 20 പേപ്പറുകൾ വരെ OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വേണമെങ്കിൽ നേരിട്ട് പരിശോധിക്കാൻ സാധിക്കും. നേരിട്ട് പരിശോധിക്കുന്നതിൽ ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. അടുത്ത ഓരോ അരമണിക്കൂർ വീതവും 10 രൂപ വീതം നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഫ്ലോപ്പി ഡിസ്കിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ SD കാർഡുകളിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലൂടെയോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വേണമെങ്കിൽ 75 രൂപയാണ് സർക്കാർ ഈടാക്കുന്ന നിശ്ചയിക്കപ്പെട്ട തുക എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമത്തിൻ്റെയും സുപ്രധാനമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. 10 തരത്തിലുള്ള ഏത് തരത്തിലുള്ള എക്സാമിനേഷനുകൾക്കും സുപ്രധാന നിയമത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഫുൾ മാർക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിംസിൻ്റെ എക്സാമിനേഷന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ KS ബെൻഡർ നടത്തുന്ന 10th പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് യോധയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കുചേരുക, പങ്കാളികളാകുക. കൂടുതൽ ഇൻഫോർമേഷനായിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ ഇൻഫോർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ കൂടുതൽ നിയമങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.